പെന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ റോമിലെ സാന്താ മരിയ ഡി ലോസ് മാർട്ടിയസ് ബസിലിക്കയിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത് നൂറുകണക്കിന് വിശ്വാസികൾ. പാരമ്പര്യമായി പെന്തക്കുസ്തയിലെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവിന്റെ ആഗമനം അനുസ്മരിക്കാൻ വേണ്ടി റോമൻ അഗ്നിശമന സേന റോസാപ്പൂ വർഷിക്കുന്നത് കാണാൻ വേണ്ടിയായിരുന്നു ബസിലിക്കയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം. റോമിലെ സാന്താ മരിയ ഡി ലോസ് മാർട്ടിയസ് ബസിലിക്കയിൽ വർഷങ്ങളായി നടക്കുന്ന ഒരു ആചാരമാണിത്. റോമിലെ പാന്തിയോൺ എന്നാണ് ഈ ദൈവാലയം അറിയപ്പെടുന്നത്. BC 27 പുരാതന റോമൻ സാമ്രാജ്യം നിർമ്മിച്ചതാണിത്. പുരാതന ശൈലിയും കൊത്തുപണികളും വളരെ പ്രധാനമായി ദൈവാലയത്തിലെ നടുക്കളവുമെല്ലാം പുരാതന തനത് ശൈലി ഉൾക്കൊള്ളുന്നവയാണ്. വർഷങ്ങൾക്കു ശേഷം 608 ബോണിഫേസ് ആറാമൻ പാപ്പയാണ് ആദ്യകാലത്തെ രക്തസാക്ഷികളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഉത്ഖനനം ചെയ്ത് ഇവിടെ സംസ്കരിക്കുന്നതും സാന്താ മരിയ ഡി ലോസ് മാർട്ടിയസ് ബസിലിക്ക എന്ന പേര് നൽകുന്നതും. എല്ലാ വർഷവും നൂറുകണക്കിന് വിശ്വാസികൾ പെന്തക്കുസ്ത തിരുനാൾ ദിനം ഈ ബസിലിക്കയിൽ ഒരുമിച്ച് കൂടും. പെന്തക്കുസ്ത ദിനത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രത്യേക പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാനാണ് ഇവിടേക്ക് വിശ്വാസികളുടെ ഒഴുക്ക് ഉണ്ടാകുന്നത്. പെന്തക്കുസ്ത തിരുനാൾ ദിനം സെഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ കന്യകാമാതാവിന്റെയും ശ്ലീഹന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് അനുസ്മരിപ്പിച്ചുകൊണ്ട് ദൈവാലയത്തിന്റെ മുകളിൽ നിന്ന് റോസാപ്പൂ വർഷിക്കുന്ന ഒരു പതിവുണ്ട് ഇവിടെ. ദൈവാലയത്തിന്റെ മുകൾ ഭാഗം തുറസ്സായതിനാൽ മുകളിൽ നിന്നും റോമൻ അഗ്നിശമന സേനയാണ് റോസാപ്പൂ ഇതളുകൾ ദൈവാലയത്തിന്റെ കൃത്യം നടുക്കളത്തിൽ വീഴത്തക്ക രീതിയിൽ ഇത് ചെയ്യാറുള്ളത്. പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നത് അനുസ്മരിപ്പിക്കലാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. എല്ലാ വർഷവും പെന്തക്കുസ്ത ദിനത്തിൽ റോമൻ സമയം കൃത്യം 12 മണിക്കാണ് റോസാപ്പൂ വർഷിക്കൽ ചടങ്ങ് നടത്തപ്പെടാറുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കിന ന്യൂസ്.